ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിജിലൻസിന്റെ നടപടിയെയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്ന വിധിയാണ് ഇതെന്നും അതിനാൽ അപ്പീലിന് പോയില്ല എങ്കിൽ വിജിലൻസിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. ബാർക്കോഴ കേസിലെ വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരായി അപ്പീൽ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാർ എന്ന് വെച്ചാൽ വിജിലൻസ്, സർക്കാർ നേരിട്ടല്ല വിജിലൻസ്. വിജിലൻസ് ഹൈക്കോടതിയിൽ ഇതിനെതിരായി അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വിജിലൻസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യത്തക്ക നിലയിലാണ് വിജിലൻസ് കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത്. വിജിലൻസ് ലീഗൽ അഡ്വൈസർ ഇത് സംബന്ധിച്ച ശുപാർശ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയുണ്ടായി. ആഭ്യന്തര സെക്രട്ടറി ആ ഫയല് എനിക്ക് അയച്ചിട്ടുണ്ട്. ആ ഫയലിൽ ഇന്ന് അപ്പീൽ നൽകാനുള്ള തീരുമാനം ഞാൻ എടുക്കും. ഇതിനെ സംബന്ധിച്ചുള്ള എൻ്റെ അടുക്കൽ ഫയലൊന്നും വന്നിട്ടില്ല. ഡയറക്ടർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. അതെന്താണ് ഇത്രയും വിവാദമായ സാഹചര്യത്തിൽ എന്താണെന്നുള്ളത് ഞാൻ പരിശോധിക്കും. പിന്നെ ആദ്യം ഞാൻ ഫയലിന്റെ എൻ്റെ മാധ്യമങ്ങളിലൂടെ ഇന്ന് വന്ന സാഹചര്യത്തിൽ ഞാനത് പരിശോധിക്കും. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തീരുമാനമെടുത്തതെന്ന് ഞാൻ പരിശോധിക്കും. അല്ലെ, വിമർശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ എന്താണ് കേസ്, എന്താണ് അതിന്റെ മെറിറ്റ് എന്നുമായ പറയാതെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. വിജിലൻസിന്റെ അന്വേഷണം വിശ്വാസ്യതയും സുതാര്യതയും ഉള്ളതാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ശരിയല്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബാർക്കോഴ കേസിൽ വിജിലൻസിനെ വിമർശിച്ചുകൊണ്ടുള്ള VM സുധീരന്റെ നടപടിയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വിമർശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം.